കുറേ നാൾ മുമ്പ് വന്നിട്ട് മിസ്സായി നടക്കാൻ ഞങ്ങളുടെ വണ്ടി ഇച്ചിരി പ്രശ്നമായിരുന്നു. ആ സമയത്ത് ചെറു വണ്ടിയായിരുന്നു. അപ്പോൾ വണ്ടി വന്നിട്ട് മിസ്സായി പോയൊരു സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ. കിടുക്കാച്ചി സ്ഥലമാണ്. ഇപ്പോൾ സമയം ഏകദേശം 9 വരെയുണ്ട്. ഐ തിങ്ക് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. ഇലവീഴ പൂഞ്ചിറ സിനിമ കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഒരു റേഞ്ച്. ബാക്കിയുള്ള വിശ്വാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേരളത്തിലെ പോലീസ് വയർലെസ് സംവിധാനത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇലവീഴ പൂഞ്ചിറ. ആയിരക്കണക്കിന് ഏക്കറുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്വപ്നതുല്യമായ താഴ്വരയാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയത്ത് നിന്ന് ഏകദേശം 55 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിൻ്റെ താഴ്വരയിലായിട്ട് ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കുളത്തിലേക്ക് ഇലകൾ വാടുകയോ വീഴുകയോ ചെയ്യാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് ഈ സ്ഥലത്തിന് വന്നു ചേർന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പേര് വരാനായിട്ട് ഒരുപാട് ഇതിഹാസ കഥകളും ഇതിൻ്റെ പിന്നിലുള്ളത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. സാറേ, ഈ സ്ഥലത്തിൻ്റെ ഐതിഹ്യമുണ്ട്. എന്താണെന്നറിയാം? ഐതിഹ്യമുണ്ട്. പണ്ട് പാർവതിദേവി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവന്മാർ മരത്തിനിടയ്ക്ക് കുളിഞ്ഞു. ഇത് കണ്ട ശിവൻ നീ ഈ പ്രദേശത്ത് മരങ്ങളുണ്ടാകും എന്ന് ശാപിച്ചു. അങ്ങനെയാണ് ഈ കുന്നിൻ്റെ മുകളിലൊക്കെ മരങ്ങളില്ലാണ്ടായി ഇവിടെ ഇലവീഴ പൂഞ്ചിറയായി. ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ടേ കേരളത്തിലുള്ള പോലീസ് റഡാർ സംവിധാനത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കണേ. ഞാൻ ബാക്കി ഡീറ്റെയിലോട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. കാലാവസ്ഥ അറിയാനും മറ്റുള്ള പല ഓഫ് റോഡ് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഗംഭീര പരിപാടിയാണ്. എന്തായാലും നോക്കാം. ഇതിൻ്റെ താഴ്വാരത്ത് വണ്ടി കൊണ്ട് നിർത്തി പിന്നെ നമുക്കൊരു 1000 രൂപ കൊടുത്താൽ ഒരു 4 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതിന് നമുക്ക് അവിടുത്തെ കാണുന്ന ജീപ്പുകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. 1000 രൂപയാണ് അവർ ചാർജ് പറഞ്ഞതിന്. ഈ കാണുന്ന ബാരിക്കേഡ് വരെയാണ് നമുക്ക് വാഹന സൗകര്യമുള്ളത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് കയറേണ്ടതായിട്ടുണ്ട്. അവിടെ നടന്നു പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അവരോട് ചോദിച്ചൊക്കെ എക്സ്പീരിയൻസൊക്കെ കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഓഫ് റോഡ് ജീപ്പ് സവാരി മാത്രമാണ് അവർ അനുവദിക്കുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്തൊരു നടന്നു കാരണം ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരുപാടുണ്ടെന്ന് പറഞ്ഞു നടക്കാൻ. അടുത്ത ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു കുറച്ചുള്ളൂ. എന്തായാലും പോയി നോക്കാം. അവർ പോയി കയറി വന്നാലേ പ്രശ്നം. ഇപ്പോൾ അതല്ല, ടീംസ് നടന്ന് കയറി വരണമെങ്കിൽ പണിയാണ്. അവർ വരണ്ടെന്ന് പറയായിരുന്നു. ഫോണാണെങ്കിൽ സിഗ്നലും ഇല്ല. അയ്യോ വീണ്ടും പ്രശ്നം സമയമാണ്. വന്ന സമയം ഇപ്പോൾ 9-10 മണി കണ്ടേ. നല്ല വെയിലായി. ശരിക്കും നേരത്തെ പറഞ്ഞ വെളുപ്പിന് മീൻസ് ഒരു 6 മണി 7 മണി സമയത്ത് അടിപൊളിയായിരിക്കും. അതല്ലെങ്കിൽ 4 മണിക്ക് ശേഷം വന്നാൽ കിട്ടു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. മഞ്ഞൊക്കെ വീണ് മാരൊക്കെ ക്ലൈമറ്റ് ആയിരിക്കും. സ്ഥലത്തിട്ടാൽ കുഴപ്പമില്ല, കുറച്ചുണ്ടായുള്ളൂ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തിച്ചേർന്നാൽ കേരളത്തിലെ 5 ജില്ലകൾ നമുക്ക് ഈസിയായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളാണ് ഇതെല്ലാം. ഫൈനലി റീച്ച്ഡ് ഇലവീഴ പൂഞ്ചിറ. ഗംഭീര സ്ഥലം. ഇലവീഴ പൂഞ്ചിറ കണ്ട് തിരിച്ചിറങ്ങണ്ട വയ്യണ്ടായി. നല്ല സ്ഥലം, കിട്ടു സ്ഥലമാണ്.
നടക്കാൻ തയ്യാറുള്ളവർ മാത്രം കയറി വന്നാൽ മതിട്ടാ, വിവരറിയും. മൗനം സ്വരമായി ഈ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ ആരോ സാന്ത്വനമായി മുരളികയൂരി ദൂരെ. കിതപ്പുണ്ടിട്ടാ.